ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ദൈവകൃപയാൽ ബർത്ത്ഡേയുടെ അന്നും കൂടെ ആയതുകൊണ്ട് ഒരു പ്രശ്നവും കാണിച്ചില്ല. സോ ബർത്ത്ഡേയുടെ ഹാപ്പിനെസ് മാത്രമല്ല, ഹെൽത്ത് ഓക്കെ എന്ന ഹാപ്പിനെസ്സോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയ ഹോസ്പിറ്റൽ പേരൂർക്കട ഹോസ്പിറ്റലിലാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഈസ്റ്റ് ഫോർട്ട് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നടയിൽ നിന്നും ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ബർത്ത്ഡേയുടെ അന്ന് അവിടെ ചെന്ന് ഭഗവാനെ പുറത്തു നിന്നാണെങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ മുൻപ് എപ്പോഴും പോകുന്ന ഒരു പ്ലേസ് തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ലച്ചുവിനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ വീഡിയോയിൽ തന്നെയുള്ള ഓൺ വോയിസ് ആയിരിക്കും, ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് വാച്ച് ഇറ്റ്. പിന്നെ ബർത്ത്ഡേക്ക് മുമ്പ് കേക്ക് വാങ്ങാനായിട്ട് ഞാനും അച്ഛനും കൂടെ രാമചന്ദ്രയിൽ പോയപ്പോൾ അച്ഛൻ എനിക്ക് അവിടെ നിന്നൊരു ടോപ്പും കൂടി എടുത്തു തന്നു. പിന്നെ വന്നിട്ട് ലച്ചുവിനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നിങ്ങൾ തന്നെ കേട്ടോളൂ. ഹായ് പറ. ഹായ് പറ. ഹായ്. ഹലോ പറ. ബൈ പറ. ടാറ്റ. ഉമ്മ. അമ്മ. അച്ഛ. ഹായ് പറ. ഹലോ പറ. ബൈ പറ. ഉമ്മ കൊടു. ഉമ്മ. ഹായ് പറ. ഹലോ പറ. ഉമ്മ കൊടു. ടാറ്റ പറ. ബൈ പറ. അച്ഛ പറ. അച്ഛ. ഹായ് പറ. ഹായ് പറ. ഹായ്. പട്ടീനല്ല, ഹായ് പറ. ഹായ്. ഹായ്. ഹലോ. ഹാപ്പി ബർത്ത്ഡേ. ഡാഡാ. അമ്മ. അച്ഛ. മാമ. ആറ്റ. പൂച്ച. പട്ടി. ബോബോ. മിമ്മി. വണ്ടി. ആട്ടോ. അങ്ങോട്ടേക്ക് പറ. ഓട്ടോ. നോക്ക്. ഓട്ടോ. മിമ്മി. തിത്തി. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു. അച്ഛനാണ് എനിക്ക് കേക്ക് വാങ്ങി തന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും അച്ഛനും കൂടെ പോയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ട്. രാമചന്ദ്രയിൽ പോയപ്പോഴത്തേക്കും അവിടെ കേക്ക് ആവുന്നേ ഉള്ളൂ. സോ നമ്മൾ അവിടെ നിന്ന് വാങ്ങാണ്ട് കരമനയിലുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ABCന്ന് വാങ്ങിയതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിന് നമ്മൾ കേക്ക് കൊടുത്തില്ല. ആ കേക്കിൽ ചെറി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് നമ്മൾ കേക്ക് അങ്ങനെ ഐറ്റംസ് കൊടുക്കാറില്ല. പിന്നെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നു. ഈ ഹാഫ് സാരി മോഡൽ ധാവണി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഓണത്തിനും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എനിക്കിത് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ലച്ചൂട്ടിയുടെ കയ്യിൽ അമ്മ കൊടുത്തു വിട്ടതാണ് ഈ ഒരു എന്താ ഗിഫ്റ്റ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ലച്ചൂട്ടി ഇപ്പോൾ കുടുകുടാന്ന് ഓടിക്കൊണ്ട് അതും എടുത്തിട്ട് വരും. ആൻഡ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയ്ക്ക് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷത്തെ ബർത്ത്ഡേ. അപ്പോൾ ലച്ചുവിന് ഇതുവരെ ഗിഫ്റ്റ് കൊണ്ട് വന്നില്ല. ഇപ്പോൾ കൊണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ അമ്മ വിളിക്കുകയാണ്. ആക്ച്വലി അത് എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാണ്, ഒരു നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു ടീഷർട്ട്. അപ്പോൾ ലച്ചുകുട്ടിയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അതും വാങ്ങി.
അപ്പോൾ അതിനുശേഷം ലച്ചുകുട്ടി ക്യാപ്പ് ബർത്ത്ഡേ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് ലച്ചുകുട്ടിക്ക് കൊടുത്തു. പിന്നെ എൻ്റെ അമ്മ എനിക്ക് കമ്മൽ വാങ്ങി തന്നു. ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് എനിക്ക് ഇയറിങ്സ് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. എന്താ പറയേണ്ടതെന്ന് അറിയാം. ഇതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെ ബർത്ത്ഡേക്കാട്ടി കുറച്ചുകൂടി നല്ല ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ചേച്ചി എനിക്ക് ഈ ഒരു സ്ലൈഡും ഒരു കയ്യിലിടുന്ന ഒരു ബ്രേസ്ലെറ്റ് മോഡലൊരു സാധനവും വാങ്ങിക്കൊണ്ട് വന്നു. ആൻഡ് യാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം. ഇന്നത്തെ അല്ല 2-3 ദിവസമായി. പിന്നെ എൻ്റെ ബ്രദർ വാങ്ങി തന്നതും ഒരു ധാവണി സെറ്റാണ്. ഇത് ഹാഫ് സാരി മോഡൽ ഉടുക്കുന്നത് അച്ഛൻ വാങ്ങി തന്ന ഹാഫ് സാരി മോഡൽ ഉടുക്കുന്നതും ബ്രദർ വാങ്ങി തന്നത് സാരി തന്നെയാണ്. പിന്നെ ഇതാണ് അമ്മ വാങ്ങി തന്ന കമ്മൽ. എനിക്ക് വളരെ ഹാപ്പിയാണ്. കാരണം കമ്മലൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഓസം ബർത്ത്ഡേ ആയിട്ട് തോന്നുകയാണ്. പിന്നെ ലച്ചുകുട്ടി അവിടെ നിന്ന് കുറച്ച് കുസൃതിയൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ അടുത്ത് 2 പേര് ഒരാൾ എൻ്റെ ഫ്രണ്ട്, ഒരാൾ റിലേറ്റീവും ആണ്. എന്നിരുന്നാൽ പോലും 2 പേര് എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടല്ലേ ചോദിച്ചേ. അപ്പോൾ 2 പേര് വന്ന് എൻ്റെ അടുത്ത് ബർത്ത്ഡേ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എന്ന് ചോദിച്ചു. ആൻഡ് അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചില ആൾക്കാരുടെ ചാനലിനൊക്കെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും നാളും. അപ്പോൾ ഇനി മുതൽ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ആരുടെയും ചാനലിൻ്റെ പേര് ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം ഇങ്ങോട്ടുള്ളതേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ആരായാലും. സോ എൻ്റെ പോളിസി അതാണ്. സോ ഞാൻ എൻ്റെ കാര്യം മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇനി ചിലപ്പോൾ പേരുകൾ പരാമർശിക്കാം, പക്ഷേ അവരുടെ ചാനലിൻ്റെ പേര് ഞാൻ ഒരിക്കലും പരാമർശിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ദാറ്റ്സ് ഓൾ. ബൈ. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നും പറയേണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. ലച്ചുകുട്ടി വീട്ടിലോട്ട് പോവാണ് ടാറ്റയൊക്കെ തന്നിട്ട്. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ബർത്ത്ഡേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വർഷത്തെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും ബർത്ത്ഡേ സെലിബ്രേഷൻ ഓർക്കുമ്പോൾ സന്തോഷമാണെങ്കിലും വയസ്സ് കൂടുന്ന ഓർക്കുമ്പോൾ ഓ മൈ ഗോഡ് എന്ന് വിളിച്ചു പോവാണ്. എന്നിരുന്നാലും മനുഷ്യനല്ലേ, പ്രായമാകും, കൂടുമല്ലേ ഉള്ളൂ, കുറയത്തില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ.